വി അൻവർ MLA പരാതിയിൽ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് DGP. DGPയുടെ ശുപാർശ സർക്കാർ വിജിലൻസ് മേധാവിക്ക് കൈമാറും. അജിത് കുമാറിന്റെ സ്വത്ത് സമ്പാദനം, കവടിയാറിലെ വീട് നിർമ്മാണം എന്നിവ അന്വേഷിക്കും. റിനു സീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു സീധർ, ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റിയിട്ടില്ലെങ്കിലും PV അൻവർ കൊടുത്ത പരാതിയിൽ അനധികൃതമായി MR അജിത് കുമാർ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ എന്നതിൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഇത് PV അൻവർ കൊടുത്ത പരാതികളിൽ ഒന്നു മാത്രമാണ് എന്നതാണ് ശ്രദ്ധേയം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? റിനു, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. എന്തായാലും ADGP MR അജിത് കുമാറിനെതിരെയായിട്ടുള്ള ആരോപണത്തിൽ പ്രധാനപ്പെട്ട രണ്ട് വാർത്തകളാണ് ഇന്നിപ്പോൾ നമുക്ക് നൽകാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ്. വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DGP തന്നെ മുഖ്യമന്ത്രിക്ക്, സംസ്ഥാന സർക്കാരിന് ഒരു ശുപാർശ കത്ത് നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, മുഖ്യമന്ത്രി ADGPയെ സംരക്ഷിക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ആരോപണം ഉയർന്നു നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം LDF യോഗത്തിൽ അടക്കം പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, കൃത്യമായ അന്വേഷണം നടത്തി അതിനുശേഷം നടപടികളിലേക്ക് പോകാമെന്നുള്ളതാണ്. അത്തരമൊരു അന്വേഷണത്തിന്റെ പാത തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം DGP ഉൾപ്പെടെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനമുണ്ടോ, ഒപ്പം കവടിയാർ വെക്കുന്ന ആഡംബര വീട്, ഇത്തരം കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് കൃത്യമായി തന്നെ അന്വേഷിക്കുക എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ രണ്ടാമത്തെ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ DGPയുടെ മൊഴി രേഖപ്പെടുത്തുക. ഇന്നലെ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്ത ഒരു വാർത്തയാണ് ADGP MR അജിത് കുമാറിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നുള്ളത്. ആ മൊഴി ഇന്നോ നാളെയോ രേഖപ്പെടുത്തുമെന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച ഈ അന്വേഷണ സംഘത്തിലെ സ്പർജൻ കുമാറിന് തന്നെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സിറ്റി പോലീസ് കമ്മീഷണർ കൂടിയാണ്. പക്ഷേ DGPയുടെ നേതൃത്വത്തിലായിരിക്കും ഇത്തരത്തിൽ ഒരു മൊഴി രേഖപ്പെടുത്തുക എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് അരുൺകുമാർ. ഓക്കെ റിനു, എന്തായാലും PV അൻവർ പരാതി പറഞ്ഞിട്ടും PV അൻവർ പറഞ്ഞ അതേ രീതിയിൽ സർക്കാർ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGPയെ മാറ്റിയില്ല എന്നൊരു വിമർശനം PV അൻവറിനും PV അൻവറിനോടൊപ്പമുള്ളവർക്കും ശക്തമായിട്ടുണ്ട്. പക്ഷേ ഇതിലും വലിയ പ്രതികരണമാണ് ഇനി നമ്മൾ CPയിൽ നിന്നും ഇടതുമുന്നണിയിലെ മറ്റ് കക്ഷികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്.